ബ്രഹ്മവൈവർത്ത പുരാണം 18 മഹാപുരാണങ്ങളിൽ ഒന്നാണ്. വൈഷ്ണവ പുരാണങ്ങളിൽ 10ാം സ്ഥാനത്താണ് ഇതിന് സ്ഥാനം നൽകിയിരിക്കുന്നത്. ബ്രഹ്മം പ്രപഞ്ചമായി വിവർത്തനം അഥവാ രൂപമാറ്റം ചെയ്യുന്നതിനെ വിവരിക്കുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഈ പുരാണത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നവയാണ്. 1. പ്രധാന വിഷയം ശ്രീകൃഷ്ണനെ പരമാത്മാവായും പ്രപഞ്ചത്തിൻ്റെ ആദി കാരണമായും ഈ പുരാണം അവതരിപ്പിക്കുന്നു. മിക്ക പുരാണങ്ങളിലും വിഷ്ണുവിനെ കേന്ദ്രീകരിക്കുമ്പോൾ ബ്രഹ്മവൈവർത്ത പുരാണം ഗോലോകനാഥനായ ശ്രീകൃഷ്ണനെയാണ് സർവേശ്വരനായി വാഴ്ത്തുന്നത്. 2. 4 ഖണ്ഡങ്ങൾ. ഈ പുരാണം പ്രധാനമായും 4 ഭാഗങ്ങളായി ഖണ്ഡങ്ങൾ തിരിച്ചിരിക്കുന്നു. 1. ബ്രഹ്മഖണ്ഡം. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും ബ്രഹ്മാവ്, നാരദൻ തുടങ്ങിയവരുടെ ഉൽപ്പത്തിയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇതിൽ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ശരീരത്തിൽ നിന്ന് വിവിധ ദേവന്മാരെ സൃഷ്ടിക്കുന്നത് വിവരിക്കുന്നു. 2. പ്രകൃതി ഖണ്ഡം. ശക്തിയുടെ വിവിധ രൂപങ്ങളായ ദുർഗ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി, രാധ എന്നിവരെക്കുറിച്ചും പ്രകൃതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിവരിക്കുന്നു. 3. ഗണേശഖണ്ഡം. ഗണപതിയുടെ ജനനം, പരശുരാമനുമായുള്ള യുദ്ധം, ഗണപതിക്ക് ആനത്തല വന്ന കഥ തുടങ്ങിയവ ഇതിൽ വിശദമാക്കുന്നു. 4. ശ്രീകൃഷ്ണ ജന്മഖണ്ഡം. ഇത് പുരാണത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ശ്രീകൃഷ്ണൻ്റെ അവതാരം, ലീലകൾ, രാധാകൃഷ്ണ പ്രണയം, ഗോലോക വർണ്ണന എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 3. സവിശേഷതകൾ. 1. രാധാസങ്കല്പം. രാധയെ കേവലം ഒരു ഗോപികയായോ ഭക്തയായോ മാത്രമല്ല, ഭഗവാൻ കൃഷ്ണൻ്റെ ശരീരത്തിൻ്റെ പകുതിയായ മൂലപ്രകൃതിയായാണ് ഈ പുരാണം അവതരിപ്പിക്കുന്നത്. രാധാകൃഷ്ണ ഭക്തിക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന പുരാണമാണിത്. 2. ആയുർവേദവും ധർമ്മവും. ഭക്തിക്ക് പുറമെ ആയുർവേദം, വൈദ്യശാസ്ത്രം, ദാനധർമ്മങ്ങൾ, പാപപുണ്യങ്ങൾ എന്നിവയെക്കുറിച്ചും ഇതിൽ വിജ്ഞാനപ്രദമായ വിവരണങ്ങളുണ്ട്. 3. ഗോലോകം. വൈകുണ്ഠത്തിന് മുകളിലുള്ള പരമോന്നത ലോകമായി ഗോലോകത്തെ ഇതിൽ വർണ്ണിക്കുന്നു. 4. പാരായണ ഫലം. ഈ പുരാണം ശ്രവിക്കുന്നത് സകല പാപങ്ങളിൽ നിന്നും മുക്തി നൽകുമെന്നും ഭക്തി വർദ്ധിപ്പിക്കുമെന്നുമാണ് വിശ്വാസം. ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നതിലൂടെ ശാന്തിയും ഐശ്വര്യവും ലഭിക്കുമെന്ന് ആചാര്യന്മാർ പറയുന്നു.